എല്ലാ കൂട്ടുകാർക്കും നാച്ചുറൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത്. പാലക്കാട് ശേഖരേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ശേഖരേട്ടൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത് വിക്കി ആണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് വിക്കി. നമുക്ക് നല്ലൊരു ഇൻ്റർവ്യൂ തന്ന അവർക്ക് രണ്ടുപേർക്കും ആദ്യമേ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ എടുക്കാൻ നമ്മളെ സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. ശേഖരേട്ടനെ പരിചയപ്പെടുന്നത് കോഴിക്കോട് ലാലേട്ടൻ മുഖേനയാണ്. അപ്പോൾ ലാലേട്ടന് ഒരു നന്ദി പറയുന്നു. ലാലേട്ടനാണ് എനിക്ക് ശേഖരേട്ടൻ്റെ നമ്പർ തരുന്നത്. അങ്ങനെ കോൺടാക്ട് ചെയ്തു, ശേഖരേട്ടനായിട്ട് സംസാരിച്ചു. അതിനുശേഷം ശേഖരേട്ടൻ്റെ കെയർ ഓഫിൽ കുറേ വീഡിയോസ് ചെയ്തു. നിങ്ങൾക്ക് നമ്മളെ ചാനൽ കണ്ടാൽ അറിയാം. ഇനി നമുക്ക് ഇബ്രാഹിക്കയുടെ ഒരു വീഡിയോ കൂടെ വരാനുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അദ്ദേഹം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം, നമ്മൾ സാഹചര്യങ്ങളൊക്കെ സെറ്റായാൽ പെട്ടെന്ന് തന്നെ ഇബ്രാഹിക്കയുടെ ഒരു വീഡിയോ കൂടെ വരാനുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറെ കുറച്ച് വ്യക്തികളാണ് ദിനേശ് ഏട്ടൻ, നാഗരാജേട്ടൻ, പിന്നെ നമ്മുടെ എല്ലാമായ അഭിലാഷ് ഭായി. കാരണം ഒരുപാട് ആളുകളെ പറ്റി പറഞ്ഞു തരുന്നത് അദ്ദേഹമാണ്. അഭിലാഷ് ഭായി കുറേ വ്യക്തികളെ പറ്റി നമുക്ക് മുന്നേ പറഞ്ഞു തരും ഡീറ്റെയിൽസ്. ഇനി ഞാൻ ആരെങ്കിലും പേര് പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സുകൾ ഇനിയും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ ലൈക്ക് ബട്ടൺ ഉണ്ട്, അത് ഇടയ്ക്ക് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് എൻജോയ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. പാലക്കാട്ടില് കല്യാൺ റെസ്റ്റോറൻറ്റ് പറയും, കല്യാൺ ബാർ. അവരുടെ വഴിയുള്ള പ്രാവുകൾ മാത്രമാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അത് ഈ തവണ ഒന്ന് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തൃശ്ശിയിൽ നിന്ന് കൊണ്ടുവന്ന ഈ പ്രാവുകളാണ്, ഈ പുള്ളികളിലുള്ള പ്രാവുകൾ കാണുന്നത്. ഈ വെള്ളകളാണ് എല്ലാം. ചിറ്റിച്ച് ഇറക്കി ഒരു 5-8 മണിക്കൂറാക്കി നിർത്തിയ പ്രാവുകളാണ്. നമ്മളിപ്പോ പാലക്കാട് ഒരുപാട് ഐറ്റം പ്രാവുണ്ട്, പല പല വ്യത്യസ്തമായ ലൈനേജ്, കുറെ ഫേമസ് ആയി. അപ്പൊ കല്യാണത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രത്യേകത കാണുന്നത് എന്താണ്? പറവയിൽ തന്നെയാണ്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? പാലക്കാട് ആദ്യമായിട്ട് ഈ രാത്രി 2:38 വരെ പറന്നിട്ടുള്ള ഒരു പ്രാവ് കല്യാണിന്റെയാണ്. ഇതിപ്പോ അച്ഛനും മക്കളും. മുന്നിൽ നിൽക്കുന്ന ആള് അച്ഛൻ. ഈ ആള് ചെറുപ്പന്മാര് കാണുന്ന കണക്കാക്കേണ്ട ഒരു 12 വയസ്സുണ്ട്. 10 വയസ്സിന് മേലെ ആകും. മക്കൾക്കൊക്കെ ഒന്നിനൊരു 3-4 വയസ്സാകും, ഒന്നിനൊരു 2 വയസ്സാകും. ഇത് കല്യാണം വേറെ ഒരു വഴിയും പാടെ മിക്സ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ആളാണ്. പെട്ട ഒറിജിനല്. അപ്പം വന്നിട്ട് ഇത് മറ്റേ ആണ് വന്നിട്ട് കല്യാണം വേറൊരു വഴിയും കൂടെ മിക്സ് ചെയ്തിട്ട് വന്നിട്ടാണ്, ക്രോസ് ചെയ്തിട്ട് എടുത്താണ്. ഇല്ല, ഇപ്പൊ 4 മാസം തിരിച്ചിട്ടിട്ട് ഇപ്പൊ ചേർത്തിരിക്കാണ്, ചുവടുകൾ ചേർത്തിരിക്കാണ്, മുട്ടയിട്ടിട്ടില്ല. അത് നോക്കണ്ട. എന്നാലും നമ്മൾ ഗ്യാരണ്ടി പറയണത് ആകാശത്തേക്ക് വിട്ട് പറഞ്ഞാലേ ഗ്യാരണ്ടി ഉള്ളൂ. അതിന്റെ മുന്നിൽ മറ്റുള്ളവർ പറയണമാതിരി ഇതിന്റെ കുഞ്ച് 15 മണിക്കൂർ പറക്കും, 18 മണിക്കൂർ പറക്കും, ഇതൊന്നും പറയാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. ആകാശിക്ക് വിടും, പറഞ്ഞാ ഓക്കെ, നമ്മളെ തീറ്റ വേണം പറഞ്ഞാൽ അതുപോലെ ഉണ്ടാവും. അതല്ല എന്ന് പറഞ്ഞ സഭേനെ പിരിച്ചു വിടും, അത്രേ ഉള്ളൂ. അതൊക്കെ ഇപ്പോഴാണ് ഇതൊക്കെ ചേർത്തണ. ചേർത്തുമ്പോ മഞ്ഞക്കണ്ണും കരിങ്കണ്ണാണ്. ഞാൻ ഈ കരിങ്കണ്ണിൽ താല്പര്യം കൂടുതലായിരുന്നു. അപ്പൊ നോക്കുമ്പോ എന്റെ കൈക്ക് അത് കരിങ്കണ്ണ് ഒതുങ്ങണില്ല എന്ന് കണ്ടപ്പോ ഇപ്പൊ 2ാം പ്രാവശ്യം ഞാൻ ചേർത്താണ്. എന്നാ അതേ പ്രാവിനെ എന്റെ ചെക്കന്മാര് നല്ല ടൈം പറപ്പിച്ച് പന്തയം വാങ്ങിച്ച് എടുത്തവര് കരിങ്കണ്ണിൽ തന്നെ അവര് പറപ്പിച്ച് 12-5 എടുത്ത്. പിന്നെ ഇതിപ്പോ കഴിഞ്ഞ ഇതില് എത്ര 10-6 എടുത്തു. അത് അച്ഛനും അമ്മയും കരിങ്കണ്ണായിരുന്നു. അതെ, കുട്ടി കരിങ്കണ്ണ. നിങ്ങൾക്ക് കരിങ്കണ്ണിലൊരു ലക്ഷ്യം വന്നില്ല? എനിക്ക് വരുന്നില്ല. ഇതൊക്കെ തിരുച്ചിന്ന് കൊണ്ടുവന്നിട്ട് ഇതിൽ ജോഡി ചേർത്താനുള്ള ക്രോസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ലൈനിലേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നുള്ള അറിയണമല്ലോ.
കരിങ്കണ്ണും മഞ്ഞക്കണ്ണും വെള്ളകൾ ഫുള്ള് കല്യാണപ്പെട്ടു. അതെ, ഇതാണ് പെയിന്റ് വഴി പറയുന്ന സാധനം. ആ, അതിനിതാ തൃശ്ശിക്ക് ഒരു പട്ടേനിട്ടിട്ട് സെറ്റാക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അയ്യേ, അതൊന്നും നോക്കണ്ടാണ്. പകല് പറക്കുന്നമാര് അത് സുഖമായിട്ട് പറന്നോളും, ഇറങ്ങിക്കോളും. നമ്മള് ഇറക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു 2 പറവ നമ്മള് ക്ഷമയോട് കൂടിയിട്ട് ഇറക്കണം. വിട്ടിട്ട് കാണിച്ചിട്ട് എന്തൊക്കെ ഇറക്കി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എത്ര നേരം വൈകിയാലും 4 പ്രാവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇറങ്ങിക്കോളും. അത് ഇറങ്ങുന്നതിന് കുഴപ്പമൊന്നും വരില്ല. പിന്നെ നമുക്ക് പറഞ്ഞാൽ അവിടെ പറപ്പിക്കുന്ന സമയത്ത് ടവറായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട്. ടവറ് ചുറ്റൂടെ അപ്പാർട്ട്മെന്റ്. ഇവിടെ അതൊക്കെ ഫ്രണ്ടേജ് ഒക്കെ ഓപ്പൺ ആണ്, നന്നായി പറപ്പിക്കാം. പക്ഷെ മറിച്ച് ഇതാണ് കോളേജ്. ഈ ബിൽഡിങ് നമുക്ക് നല്ല ഷട്ടാണ്. കാരണം ഇത് കയറി വന്ന ഒരു 30 മീറ്റർ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഈ 30 മീറ്ററിന്റെ ഉള്ളിൽ ഇത്ര വലിയ ബിൽഡിംഗ് നിൽക്കുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇവിടെ എന്തെങ്കിലും ഒന്ന് തരത്തിയ അതിൽ പോയി പിടിച്ചാൽ നമ്മുടെ ഒരു സീസൺ കഴിഞ്ഞു. ഇതുകൾക്ക് പിന്നെ ഒറ്റച്ചവിട്ടാണ്. ആദ്യം പോയി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പിടുത്തം മാറി കിട്ടണം പറഞ്ഞ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഇപ്പൊ ഞാൻ പ്രാവുകൾ കംപ്ലീറ്റ് കമ്മിയാക്കിയിരിക്കുകയാണ്. കാര്യപ്പെട്ട പ്രാവ് മാത്രം നിർത്തിയിട്ട് അതിൽ കുഞ്ചെടുത്തിട്ട് ഇപ്പത്തെ തീറ്റന്റെ വിലക്ക് വെറുതെ 50ഉം 100ഉം കൊടുത്തിട്ട് കടല 1 കിലോ 100 റുപ്യ, 140 റുപ്യ നിരക്കടല. കോറയാണ് പറഞ്ഞാൽ 45 റുപ്യ, കമ്പാണ് പറഞ്ഞാൽ 35 റുപ്യ. ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഒരു മറ്റേ പ്രാവിനെ നോക്കുകയെന്ന് പറഞ്ഞാൽ കുടുംബം നോക്കണം. കുടുംബം ഇല്ലാത്തവനെ പ്രാവിന്റെ പിന്നാലെ നടക്കുമ്പോൾ പ്രശ്നങ്ങൾ വരുന്നില്ല. ഇത് ഒരു ടൈം പാസിങ്, ഒരു ഹോബി. ഇതിന്റെ പിന്നാലെ നിൽക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം ഓടിക്കാൻ പോകാനോ അല്ലെങ്കിൽ ഒരു അടി ഉണ്ടാക്കാൻ പോകാനോ സമയം ഉണ്ടാവില്ല. സിനിമ ഡ്രാമയ്ക്ക് വേണ്ടി ചെലവാക്കണ്ട, ബാറിൽ പോയി ഇരുന്നിട്ട് വെള്ളം അടിച്ചിട്ട് ഒരു അടിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. ഇതൊക്കെ ഒരു മെച്ചം കിട്ടുന്നുണ്ട്. അതാണ് ഈ പ്രാവിനെ കൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം. പിന്നെ പോരാത്ത വൈകുന്നേരം 6 മണിയാകുമ്പോൾ സുഖമായിട്ട് നമ്മുടെ വീട്ടില് നമ്മുടെ കുട്ടികളും മക്കളും എല്ലാവരും ഉണ്ടാകും. എല്ലാവരുമായിട്ട് ചിരിച്ച് കളിച്ചിട്ട് ജീവിക്കുക. പിന്നെ പ്രാവ് എല്ലാവർക്കും വളർത്താം. പ്രാവ് വളർത്തുന്നതിലൊന്നും കുഴപ്പമില്ല. ആർക്ക് വളർത്താലും പ്രാവ് വളർത്താം. പ്രാവിന്റെ ഇത് കിടക്കുന്നത് പ്രാവിനെ പറപ്പിക്കുന്നവന്റെ കയ്യിലാണ് കിടക്കുന്നത്. പ്രാവിന്റെ എല്ലാം ഇത് വെറുതെ 2000-3000 കൊടുത്തിട്ട് പ്രാവിനെ വാങ്ങിക്കാനൊക്കെ പറ്റും. ഈ പ്രാവിനെ വാങ്ങിച്ചത് കൊണ്ട് ആ പ്രാവ് 20 മണിക്കൂർ പറക്കണം എന്നൊന്നുമില്ല. ഈ പ്രാവിനെ ചിട്ടിച്ച് ഇറക്കി അവന്റെ ഇതിന് താളത്തിന് ഇറക്കി അതിനെ നല്ല രൂപത്തിൽ നോക്കി അതിനെ ആകാശത്തെ വിട്ട് പിന്നീട് സമയം ഘട്ടം ഘട്ടമായിട്ട് കയറ്റിട്ട് വന്ന് വെയിലും മഴയും കൂടെ ഊണും ഉറപ്പുമില്ലാതെ യവനൊരുത്തൻ ഇതിന് വേണ്ടി മെനക്കെട്ട് പറപ്പിക്കുന്നുണ്ടോ അവനക്ക് മാത്രമേ ഇതിന്റെ ടൈം ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഏറ്റവും നല്ല പ്രാവുണ്ടായിട്ട് കാര്യങ്ങളില്ല. അപ്പൊ ഫുഡ് വേണം, ലൊക്കേഷൻ കറക്റ്റ് ആയിരിക്കണം, അതിന് നോക്കാനുള്ള ആള് വേണം, അതിനനുസരിച്ച് സാമ്പത്തികം വേണം. സീസൺ ടൈമിൽ 800 ഉറുപ്പ്യൊക്കെയാണ് ബദാം. ഇതൊക്കെ 1 കിലോ ബദാം വാങ്ങിച്ചാൽ ഒരു 10 പ്രാവ് ഉണ്ടെങ്കിൽ ഒരു 2 ആഴ്ച കൊടുത്താൽ 1 കിലോ ബദാം കഴിഞ്ഞു. അവനവന്റെ മക്കളിൽ ഈ ബദാം കാണിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. ഓരോ വളർത്തുകാരനും അവന്റെ പ്രാവുകൾക്ക് വേണ്ടി ചെലവാക്കുന്ന ചെലവുകൾ ചെറുതല്ല. ഇപ്പൊ വീട്ടില് രാവിലെ നമ്മൾ പുറത്തു പോകുമ്പോ വീട്ടുകാർ പറയും വരുന്ന സമയത്ത് 4 പാക്കറ്റ് പാല് വാങ്ങിട്ട് വരും, കുട്ടിക്ക് 1 പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിട്ട് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും 2 കിലോ അരി വാങ്ങിട്ട് വരും, 1 കിലോ പഞ്ചസാര വാങ്ങിച്ചിട്ട് വരുമെന്ന്. ഇവൻ ശനിയാഴ്ച വൈകുന്നേരം ഒരു 1/2 ചാക്കായിട്ടാ വരിക. ഈ 1/2 ചാക്ക വരുന്ന സമയത്ത് വീട്ടിലുള്ളവർ എന്ത് വിചാരിക്കും, ഓ ഇന്ന് കുട്ടികൾക്ക് തിന്നാനും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷത്തിൽ ഇത് തുറക്കുമ്പോൾ അതിലൊരു 5 കിലോ കോറേന്റെ ഒരു പൊതി, 5 കിലോ കമ്പിന്റെ ഒരു പൊതി, 1 കിലോ കടല, 1/2 കിലോ പൊട്ടുകടല, 1/2 കിലോ ചെറുപയർ എന്ന് പറഞ്ഞ് ഈ ആദ്യമായിട്ട് എടുത്തു വെക്കുന്ന 10 ഐറ്റത്തിൽ 8 ഈ പ്രാവിന് വേണ്ടിയിട്ടായിരിക്കും. പിന്നെ വീട്ടിലേക്ക് പറഞ്ഞ സാധനത്തിൽ 1-2 വാങ്ങിച്ചിട്ടുണ്ടാവില്ല. അത് മറന്നോ അല്ലെങ്കിൽ പൈസ തരുന്നില്ല. അങ്ങനെ വീട്ടുകാരുടെ അടുത്ത് നിന്നും വെറുപ്പ് സമ്പാദിച്ചിട്ട് വളർത്തുന്നതാണ് ഈ പ്രാവ്. അപ്പൊ പ്രാവ് വളർത്തുകാരന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പക്ഷിവർഗമാണ്. അതിൽ അവന് നല്ല സംതൃപ്തിയാണ്. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും വൈകുന്നേരം നേരത്തെ ഈ കൂട്ടിനും തുറന്നിട്ട് ഇവനൊക്കെ നോക്കിയിരുന്ന എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും ശരി, ഒരുത്തനെ കൊല്ലാൻ വേണ്ടി നമ്മൾ വിചാരിച്ചിട്ട് പ്രാവ് കൂട്ട് കയറിയ 10 മിനിറ്റ് കഴിഞ്ഞാൽ ആ മൈൻഡൊക്കെ പോയി പ്രാവായി നമ്മൾ. അപ്പൊ അത് കാരണം ഒരുപാട് നല്ലത് പ്രാവിലേക്കുണ്ട്. പിന്നെ ഈ പ്രാവ് നേരെ വണ്ണം വെച്ചിട്ട് കാര്യമില്ല. ഈ പ്രാവിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു കൂടുണ്ടാക്കുക. അതുമാതിരി നല്ല പ്രാവുകളെ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും പരിചയപ്പെട്ട അറിയാവുന്ന ആളുകളുടെ കൂട്ടിൽ ബന്ധപ്പെട്ട് ആ കൂട്ടിൽ പറക്കുന്ന ബ്രീഡ് ഏതാണെന്ന് മനസ്സിലാക്കി ആ ബ്രീഡിന്റെ കുഞ്ചുകൾ ഏതെല്ലാം വഴിക്ക് വരുന്നു എന്ന് നോക്കി അവരോട് ആ കുഞ്ച് ചിലപ്പോ 4 തവണ ചോദിച്ചാൽ കിട്ടില്ല. വീണ്ടും 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 ചോദിക്കുന്ന സമയത്ത് അവര് അതിന്റെ ഒരു വഴിക്ക് ഒരു കുഞ്ചിനെ തരും.
ആ കുഞ്ചിനെ തരുന്നത് ചിലപ്പോൾ മാറിയിരുന്ന കുഞ്ചുകളായിരിക്കും, തവറപ്പിടിച്ചത്, പറക്കാത്തത്, ഇങ്ങനത്തെ കുഞ്ചായിരിക്കും തരിക. എന്നാൽ അത് വാങ്ങിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് അവർ നല്ല ഒരു പ്രാവിനെ നമ്മുടെ കൈക്ക് തരിക. അങ്ങനെ 2-3 വർഷം കഴിഞ്ഞാൽ മാത്രമാണ് ആ പ്രാവ് നമുക്ക് നല്ലൊരു പ്രാവ് നമ്മുടെ കൈക്ക് കിട്ടുള്ളൂ. ആ കിട്ടുന്ന സാധനത്തിനെ നമ്മൾ നല്ല രൂപത്തിൽ മുതലാക്കി എടുക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കതിൽ ബോഡി കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പ്രാവുക്ക് വരുന്ന അസുഖങ്ങൾ ചെറിയ അസുഖങ്ങളല്ല, എന്തിനാണ് അത് ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളത് അറിയാനുള്ള ഒരു ഇതും കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പ്രാവുകളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ആദ്യമായിട്ട് വരുന്നത് ഒരു പ്രാവിനെ കഫക്കെട്ടാണ് മെയിനായിട്ട് വരിക. ഇപ്പൊ നമ്മള് കഫക്കെട്ട് എന്ന് പറയുമ്പോൾ അസിത്രോമൈസിൻ, ഇതില് നമുക്കൊരു 4 തുള്ളി വെച്ചിട്ട് ഒരു 3 ദിവസം രാവിലെ വൈകുന്നേരം കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാതിരിയുള്ള കഫക്കെട്ട് ഏകദേശം മാറിക്കിട്ടും. അതേ നേരത്ത് പ്രാവിന്റെ ബോഡി ഫിറ്റ്നസ് കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബ്രൂവി ബൂസ്റ്റ്, ഇതൊരു 3 തുള്ളി വെച്ചിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൈത്തീറ്റ കൊടുക്കുന്ന നേരത്തെ ഒരു 3 തുള്ളി കൊടുത്തിട്ട് അതിലേക്ക് ഈ തീറ്റയൊക്കെ കൊടുക്കുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങൾക്ക് നല്ല സെറ്റപ്പോടെ കൂടി ആരോഗ്യത്തോടെ വരും. അതുമാതിരി തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് സെൽക്കോള് 500 വാങ്ങിച്ചിട്ട് അതിന്റെ പകുതി അല്ലെങ്കിൽ 4-1 ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ എല്ല് ബലം വെക്കാനും ശരീരത്തിലേക്ക് വേണ്ട കാൽസ്യങ്ങളും അതിലേക്ക് കിട്ടും. പിന്നെ വസൂരി എന്തെങ്കിലും വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മഞ്ഞപ്പൊടിയും ഒപ്പത്തിന് സമാസമം ഉപ്പ്, മഞ്ഞപ്പൊടി, ഒരു നാരങ്ങന്റെ പകുതി നന്നായി പിഴിഞ്ഞിട്ട് ആ നാരങ്ങ വെള്ളത്തിൽ ഇതിനെ പേസ്റ്റ് ആക്കുക. ആ വസൂരി വന്നതിനെ ഒരു ഭാഗത്ത് കെടുമ്പ് പറയും, ഒരു ഭാഗത്ത് അമ്മ പറയും, ഒരു ഭാഗത്ത് വസൂരി പറയും. ഇതിന്റെ മുകളിലത്തെ ലെയറിനെ നഖം കൊണ്ട് ഒന്ന് അടത്തിയിട്ട് അതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ അത് കൊഴിഞ്ഞു വീഴും. പിന്നീട് നമ്മൾ ഒരു 2 തവണ മരുന്ന് കൊടുത്താൽ മതി. വസൂരി വന്നാൽ അങ്ങനെയും പോകും. പിന്നെയുള്ളത് കാങ്കർ, പ്രാവിന്റെ തൊണ്ടയിൽ വരുന്ന കാങ്കറ പറയും അതിനെ, ആ പുണ്ണ്. ഇതിലാണ് ആയുർവേദത്തിലാണ് പറഞ്ഞാൽ നമ്മുടെ കരിനൊച്ചി പറയും. ഈ കരിനൊച്ചി ഇല ലേശം മഞ്ഞപ്പൊടി നന്നായിട്ട് അരച്ചിട്ട് വായിലിട്ട് കൊടുത്താലോ, മഞ്ഞപ്പൊടി അരച്ചിട്ട് വായിലിട്ട് കൊടുത്താലും അത് മാറും. ബി കോംപ്ലക്സ് ഗുളിക കൊടുക്കുക. ഇതിലൊന്ന് നാടൻ നടക്കണമെന്ന് പറഞ്ഞ് നമ്മൾ സൂചി പിന്നിന്റെ പിൻഭാഗം ഇട്ടിട്ട് ഇത് പരമാവധി അതിനൊക്കെ ഒന്ന് നൈസായിട്ട് നോണ്ടിയെടുക്കുക. എടുത്തതിന് ശേഷം സിപ്രാൻ എന്ന് പറയുന്ന ആ ഗുളിക, ചെൽക്കോൾ എന്ന് പറയുന്ന ഗുളികന്റെ പകുതി, സിപ്രാന്റെ പകുതി 250 വാങ്ങിക്കുക, അതിന്റെ പകുതി എടുക്കുക. സെൽക്കോൾ ഗുളികയിൽ പകുതി എടുക്കുക. ഒരു മെയിൻ ഗുളിക, ഈ 3 എണ്ണം പാടെ ഒരു നേരം കൊടുക്കുക. വൈകുന്നേരം നേരത്ത് ബി കോംപ്ലക്സിന്റെ സിറപ്പ് ഉണ്ടെങ്കിൽ ഒരു 5 തുള്ളി ഒറ്റിച്ചു കൊടുക്കുക. കണ്ടിന്യൂ ആയിട്ട് ഒരു 4 ദിവസം ചെയ്തു കഴിഞ്ഞാൽ ആ പരിപാടി പോകും. പിന്നെ വിരക്കി കൊടുക്കല് മെയിനായിട്ടുള്ളത്. അതിനെ നമ്മള് 1-ാം തീയതി നമ്മള് പ്രാവിനെ കൊടുക്കാനുള്ള തീരുമാനമാണ് പറഞ്ഞാൽ 25-ാം തീയതി മുതൽ പ്രാവിനെ നന്നായി നോക്കുക. നോക്കിയിട്ട് ആരോഗ്യ കുറവുള്ള പ്രാവിനെ ആരോഗ്യത്തിന് എന്താ വേണ്ടത് എന്ന് വെച്ച് കൊടുത്ത് ആദ്യം പ്രാവിന് ആരോഗ്യം ഉണ്ടാക്കുക. എന്നിട്ട് 1-ാം തീയതി ഐടെക് ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രാവിനെ 4 തുള്ളി വെച്ചിട്ട് ഐടെക് കൊടുക്കുക. ഐടെക് ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഒന്നും കൊടുക്കണ്ട, മറ്റന്നാളേക്ക് ആഹാരം ഫുള്ളായി കൊടുക്കുക. ആ കൊടുക്കുന്ന നേരത്ത് ഒന്നോ വിമറാളോ അല്ലെങ്കിൽ ബി കോംപ്ലക്സിന്റെ സിറപ്പോ, അതല്ല എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ് ഗ്ലൂക്കോസ് വാങ്ങിച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ആ ഗ്ലൂക്കോസ് വെള്ളം കുടിക്കാൻ കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ശരീരത്തിലുള്ള ക്ഷീണം അത് വിടും. ഈ വിര എന്ന് പറയുന്നത് 2-3 ഐറ്റം വിരകളുണ്ട്. ഒരു മരുന്ന് കൊടുത്തത് കൊണ്ട് ആ 3 ഐറ്റം വിരകളും പോവില്ല. അതേപോലെ തന്നെ ഈ വിരകൾ പോകുമ്പോൾ ഇതുകൾ ഇട്ടിട്ടുള്ള മുട്ടകൾ അതിൽ അവിടെ സ്റ്റാൻഡിങ് ഉണ്ടാവും. നമ്മളൊരു 15 ദിവസം കഴിഞ്ഞിട്ട് സെക്കൻഡ് ടൈം മരുന്ന് കൊടുക്കണം. ഈ സെക്കൻഡ് ടൈം മരുന്ന് കൊടുക്കുന്നതിന്റെ മുന്നിൽ വീണ്ടും നമ്മൾ ഈ നേരത്തെ പ്രാവുകളെ നിരീക്ഷിച്ച പോലെ നിരീക്ഷിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പപ്രാസിൻ എന്ന് പറയുന്ന ഒരു സിറപ്പുണ്ട്. ആ സിറപ്പിനെ ഒരു കുപ്പി 60 മില്ലിയാണ്. ഈ 60 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഓരോ പ്രാവുകൾക്കും 20 മില്ലി വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ പ്രാവുകൾ കംപ്ലീറ്റ് വയറ്റിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഉടനെ ലൈറ്റായിട്ട് ചുടുവെള്ളം വെച്ച് കൊടുക്കുക. ഈ ചുടുവെള്ളം കുടിപ്പിക്കുക. ഇത് രാവിലെ ചെയ്തു കഴിഞ്ഞാൽ വൈകുന്നേരം സാധാരണ ഫുഡ് കൊടുക്കുന്ന മാതിരി കൊടുക്കുക. 3-ാം പക്കം നമ്മൾ ചെയ്യേണ്ടത് തൈര്, ഒരു 1/2 ലിറ്റർ തൈര് വാങ്ങിച്ചിട്ട് അതിൽ ഒരു 2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് വെച്ചാൽ ഈ തൈര് അടിയിലും പോകും, നേരെ തെളിഞ്ഞ വെള്ളം നിൽക്കും. ഈ തെളിഞ്ഞ വെള്ളം എടുത്തിട്ട് എല്ലാ പ്രാവുകൾക്കും ഒരു 2 ദിവസം വിടാതെ അടിച്ചു കൊടുക്കുക. ഈ അടിച്ചു കൊടുക്കുന്നതിന്റെ ഉദ്ദേശം നമ്മൾ വിരക്കി കൊടുക്കുമ്പോൾ എല്ലാ വിരകളും ചിലപ്പോൾ പോയിട്ടുണ്ടാവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിനെ ദഹനത്തിന് തകരാറ് സംഭവിക്കും. ആ തകരാറ് സംഭവിക്കാതിരിക്കാനും നല്ല വിരകൾ ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് ഈ ഇത് കൊടുക്കുന്നത്.
നമ്മൾ ഈ ഓരോരോ പരിപാടിക്ക് പാലില് മറ്റേ പുഴുകൾ ഉണ്ടാക്കുന്ന ആ ഒരു ഇതൊക്കെ അറിയാലോ, അതുപോലെ ബെറി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ തൈരിന്റെ വെള്ളം കൊടുക്കുന്നത്. ആ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം കിട്ടും. പിന്നെ ഈ പ്രാവിനെ 20 ദിവസം കഴിഞ്ഞതിന് ശേഷം പ്രാവിനെ തേനിനെ മുക്കുന്നത് ടിക്ടോക്സ്. ആ ടിക്ടോക്സ് വന്നിട്ട് ഒരു 10 ലിറ്റർ വെള്ളത്തിൽ ഒരു മുടിയോ ഒരു 1.5 മുടിയോ അത്രേ പാടുള്ളൂ. 10 മില്ലി ഒന്നും ഒഴിക്കാൻ പാടില്ല. 1.5 മൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ആറ്റിയിട്ട് ഈ പ്രാവുകളുടെ കഴുത്ത് നേരക്കാക്കി നന്നായിട്ട് ശരീരം വെള്ളത്തിൻ്റെ ഉള്ളിൽ അമർത്തി ചിറക് നന്നായിട്ട് ഒന്ന് കസക്കി കൊടുക്കുക. വാലിൻ്റെ മൂട് ഭാഗം നന്നായിട്ട് കസക്കി കൊടുക്കുക. നല്ല വെയിലത്ത് ഇട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം കൂട്ടിലാക്കാൻ ശ്രമിക്കുക. ആ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല പറഞ്ഞാൽ അതിൻ്റെ ചിറകിൻ്റെ അടിഭാഗം പൊള്ളിപ്പോകാനുള്ള സാധ്യത ഒരുപാടുണ്ട്. ഇനി പ്രാവ് നമ്മൾ മറ്റേ ഈ വെള്ളം മുക്കിക്കൊണ്ടിരിക്കുന്ന നേരത്തെ ഈ പ്രാവ് വെള്ളം കുടിച്ചു, അതായത് ഉള്ളിൽ പോകുന്നത് വിഷാംശമാണ്. അപ്പൊ അത് പ്രാവ് ചത്തുപോകുമോ എന്നുള്ള പേടി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പുളിവെള്ളം കലക്കിയിട്ട് ആ പ്രാവിനെ കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വോമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ശരീരത്തിലുള്ള ആ വിഷത്തിന്റെ അംശങ്ങൾ പോകും. അപ്പോൾ നമ്മൾ ബെറിക്കും കൊടുത്തു, തേനിയും മുക്കി ചിറക് വലിച്ചു കഴിഞ്ഞാൽ ചിറക് വലിച്ച് കുറ്റിയിടുന്ന നേരത്തെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 8, 9, 10 3 ആദ്യം വലിച്ചു വിടുക. അതിനുശേഷം നമ്മൾ മറ്റതുകളൊക്കെ വന്ന് കുറ്റിയായിട്ട് ഒരു പകുതി ആയതിനു ശേഷം മറ്റുള്ള ചിറകുകൾ വലിക്കുമ്പോൾ ഇത് കുറ്റിയിടുമ്പോഴേക്കും അത് ഫുള്ളാകും. അപ്പൊ ഈ പ്രാവുകൾ കൂട്ടുകയറുമ്പോൾ ഇത് പൊട്ടാതിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റേത് നമ്മൾ ഒന്നായിട്ട് വലിച്ചു വിട്ടു കഴിഞ്ഞാൽ ഈ പ്രാവുകൾക്ക് 2ാം തറയിൽ കയറാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇത് അടിച്ചു കയറുന്ന സമയത്ത് ചിറക് പൊട്ടിയ ആ ഒരു സീസൺ നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ ചിറക് മറ്റേ വലിച്ചു വിട്ട് അത് കുറ്റി വരുന്ന നേരത്ത് ഇതിനെ ഒന്നരാടമെങ്കിലും മീൻ ഗുളിക കൊടുക്കുക. അതുപോലെ തന്നെ ചെറുപയർ മുതൽ കടല, ചെറുപയർ, വെള്ളപ്പയർ, എന്തെല്ലാം പയർവർഗ്ഗങ്ങൾ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ പ്രാവിനെ കൊടുത്തു കഴിഞ്ഞാൽ ശരീരത്തിലേക്ക് വേണ്ട കംപ്ലീറ്റ് പ്രോട്ടീൻ അതിൽ നിന്ന് ഈ പല ഭാഗമുള്ള ആഹാരത്തിൽ നിന്ന് കിട്ടും. ആ കിട്ടുന്ന സമയത്ത് ഈ ശരീരത്തിൽ എണ്ണ കോട്ടിങ് നല്ല രൂപത്തിൽ ഉണ്ടാവും. ആ നല്ല രൂപത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ ചിറകിനെ നമുക്ക് പറപ്പിക്കാനുള്ള നല്ല ആവത് പ്രാവിനുണ്ടാവുള്ളൂ. അപ്പൊ ചിറകും ക്ലിയറാക്കി കിട്ടണം. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഈ പറവേന്റെ ഭാഗത്തേക്ക് നമ്മൾ നീങ്ങണത്. പറവേന്റെ ഭാഗത്ത് നീങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. വെറുതെ എടുത്ത് പ്രാവിനെ വിട്ടിട്ട് കാര്യമില്ല. നമ്മൾ കഴിഞ്ഞ കൊല്ലം 10 മണിക്കൂർ പറന്ന പ്രാവായിരിക്കും നമ്മൾ വിടുന്നത്. അതിന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ പോലെ അതിനെ കൊടാസിലൊക്കെ ഇട്ട് നല്ല വെയിൽ കൊള്ളിച്ച് ഒരു 4-5 ദിവസം വെയിലും അത് നമ്മുടെ പെരയും നന്നായിട്ട് ചാടി ഇറങ്ങി എല്ലാം പഠിച്ച് അതിനുശേഷം വേണം ഈ പ്രാവിനെ ഒന്ന് ചിറ്റിക്കുക. 2 മിനിറ്റ് ചിറ്റിക്കഴിഞ്ഞാൽ പ്രാവിനെ തുറന്ന് അതിനെ ഇറക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ പറവേന്റെ കംപ്ലീറ്റ് ഒന്ന് മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രാവുകൾ 2 മണിക്കൂർ കയറിപ്പോവും. അങ്ങനെ പറപ്പിച്ചിട്ട് ഇറക്കിയാലേ ആ പ്രാവ് നിലനിൽക്കുള്ളൂ. അതല്ല കഴിഞ്ഞ തവണ പറന്ന പ്രാവാണ് എന്ന് പറഞ്ഞ് നമ്മൾ പറപ്പിച്ച ഈ പ്രാവ് പെട്ടെന്ന് അവിടെ ഇവിടെ പോയിട്ട് ശരീരം വേദനിക്കുമ്പോൾ എവിടെയെങ്കിലും പോയി വീഴും. അത് പിടുത്തം കിട്ടാതെ താഴ്ത്ത് വീണ് കഴിഞ്ഞാൽ പൂച്ചയെ നായ കൊണ്ടും പോകും. അപ്പൊ നമ്മൾ ഒരു കൊല്ലം കാത്തു സൂക്ഷിച്ചിട്ട് അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന രൂപമാണ് ഉണ്ടാകുക. അപ്പൊ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ട് പിന്നെ വേണം നമുക്ക് പകല് ഒരു 3-4 മണിക്കൂർ പറപ്പിച്ച് വിടുന്ന സമയത്ത് ഈ പ്രാവുകളെ എപ്പോഴും ചെയ്യേണ്ടത് അറ്റ വെയിലത്ത് ഉച്ചയ്ക്ക് 12 മണിക്ക് കയറ്റി വിടണം. 12 മണിക്ക് വിട്ടിട്ട് ഒരു 3 മണി അതിൻ്റെ ഉള്ളിൽ പ്രാവിനെ ഇറക്കി ആ വെയിലിന്റെ പരമാവധി കൊള്ളിക്കുക. എന്നിട്ട് ഈ പ്രാവിനെ നമ്മൾ ഒരു 5 മണിക്ക് തൂക്കിയിട്ട് ഈ വിടാണെന്ന് പറഞ്ഞാൽ ഈ പ്രാവുകൾ വെയിലിൽ നിന്നും തണുപ്പിലാക്കി AC-ലേക്ക് കയറാൻ പോകണം. വൈകുന്നേരം ഓട്ടോമാറ്റിക്കായിട്ട് കയറും. അതിൽ 7 മണിയാകുമ്പോഴേക്കും ചീറിപ്പാഞ്ഞ് വീട് തൊട്ട വീട് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന പ്രാവിനെ അങ്ങനെ ഓരോന്നായിട്ട് സൈഡാക്കുക. മാന്യമായിട്ട് പറക്കുന്ന പ്രാവിനെ മാത്രം നിർത്തുക. അപ്പൊ നമ്മളൊരു 10 പ്രാവിനെ പറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 4 പ്രാവ് കിട്ടും. ആ 4 പ്രാവിനെ നമ്മൾ ടൈം ആക്കാൻ ശ്രമിച്ചാൽ നമുക്കൊരു നല്ലൊരു ടൈം കാണും ചെയ്യാം. അതായത് നമ്മൾ പാലക്കാട്ടിലെ പല ടൂർണമെന്റുകളും പല രൂപത്തിലുള്ള ടൂർണമെന്റുകളാണ്. രാവിലെ 10 മണിക്ക് വിട്ടിട്ട് രാത്രി 10 മണിക്ക് ഇറങ്ങുന്ന ടൂർണമെന്റ് ഉണ്ട്. രാവിലെ 7 മണിക്ക് വിട്ടിട്ട് 7:30 ഇറങ്ങുന്ന ടൂർണമെന്റ് ഉണ്ട്. രാവിലെ 7 മണിക്ക് അൺലിമിറ്റഡ് ടൂർണമെന്റ് ഉണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് വിട്ടിട്ട് 7 മണിക്ക് ഇറങ്ങുന്ന ടൂർണമെന്റ്. ഈ എല്ലാ ടൂർണമെന്റുകൾക്കും അതിന്റെ ഓരോരോ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ എല്ലാം പ്രാവുകളെ പറപ്പിച്ച് ഇറക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത്. ഇപ്പൊ നമ്മളിപ്പോ പ്രാവിനെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രാവിനെ നമ്മൾ പറപ്പിച്ചു. ആ പറപ്പിച്ചിട്ട് പ്രാവിനെ നമുക്ക് ഒരു സമയത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഈ പറക്കുന്ന നേരത്ത് തന്നെ നമുക്ക് അറിയാൻ കഴിയും പ്രാവ് പറക്കും പറക്കില്ല എന്ന്. ഈ പ്രാവ് രാത്രി നമുക്ക് പറക്കുന്ന സമയത്ത് ഒരു അല്ലലില്ലാതെ പറന്ന് കയറുന്ന പ്രാവിന് മാത്രമാണ് നമ്മൾ സെലക്ഷനിൽ നമ്മൾ നിർത്താൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ എറിഞ്ഞിട്ടും മുടുക്കിയിട്ടും നിൽക്കുന്ന പ്രാവിനെ നമ്മൾ വിചാരിച്ച മാതിരി ടൈമിനെ കൊള്ളിക്കാൻ കഴിയില്ല.
അപ്പം ഫ്രീ ആയിട്ട് പറക്കുന്നതിന് വേണ്ടി ജന്മം എടുത്ത കുറെ പ്രാവുകളുണ്ട്. ആ പ്രാവുകളെ തെരഞ്ഞു പിടിച്ചിട്ട് ആ പ്രാവുകളെ പറപ്പിക്കുക. ആ പ്രാവിനെ പറപ്പിച്ചാൽ മാത്രമേ നമ്മൾ നല്ലൊരു പറവ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, പകൽ സമയത്ത് പ്രാവിനെ വെയിലത്ത് നന്നായി പറപ്പിക്കുക. അതുപോലെ തന്നെ രാത്രി കയറ്റി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവിന് നമ്മൾ തീറ്റ കൊടുക്കുന്നത് ചിലപ്പോൾ രാത്രി പ്രാവ് ഇറങ്ങിയതിന് ശേഷമാകും. ഈ ഇറങ്ങിയതിന് ശേഷം പറയുമ്പോൾ 2 മണിക്ക് ഇറങ്ങുന്ന പ്രാവുകളുണ്ട്, പുലർച്ചെ 4 മണിക്ക് ഇറങ്ങുന്ന. ഈ എപ്പോഴാണോ ഇറങ്ങുന്നത് ആ ഇറങ്ങുന്ന നേരത്ത് വേണം ഈ പ്രാവിനെ തീറ്റ കൊടുക്കുക. അല്ലാതെ നമുക്ക് തോന്നിയതുപോലെ തീറ്റ കൊടുത്ത് പ്രാവിനെ കേടുവരുത്താൻ ഒരിക്കലും നിൽക്കരുത്. ഈ പ്രാവിനെ മനസ്സിലാകണം, ഞാൻ ഇറങ്ങിയാൽ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് തീറ്റ കിട്ടും എന്ന്. അതുപോലെ ചില പ്രാവുകൾ രാത്രി പറന്നിട്ട് ഇറങ്ങാതെ മിസ്സായി പോകും. ഈ മിസ്സായി പോയി വരുന്ന പ്രാവ് പിറ്റേ ദിവസം രാവിലെ വരും. നമ്മുടെ വീട്ടിൽ വന്നാൽ 10-11 മണി വരെ ചിലപ്പോൾ പറന്നു വരും, ചിലപ്പോൾ ഉച്ചവരെയും പറന്നു വരും. അങ്ങനെ പ്രാവുകൾ ഇറങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ പ്രാവിനെ അങ്ങനെ പിടിച്ച് കൂട്ടിലിടുക. അതിനാ തീറ്റയോ വെള്ളം ഒന്നും കൊടുക്കരുത്. വൈകുന്നേരം 5 മണിക്ക് മറ്റുള്ള പ്രാവിനെ വിടുമ്പോൾ ഈ പ്രാവിനും ചേർത്തി വിടുക. ഈ പ്രാവ് അന്നും മിസ്സാകാണെന്ന് വെച്ചാൽ അത് പിറ്റേ ദിവസം വന്നോട്ടെ, വീണ്ടും ആ പ്രാവിനെ അടയ്ക്കുക, ഒന്നും കൊടുക്കാതെ വിടുക. അങ്ങനെ വെറും പഷ്ണി കിടുന്ന നേരത്ത് തീറ്റയ്ക്ക് വേണ്ടി 2 തവണ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പ്രാവ് പിന്നെ തെറ്റിപ്പോകാൻ നിൽക്കില്ല. അപ്പൊ അതിന് പ്രത്യേകം ഓരോ വളർത്തുകാരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രാവിന്റെ തീറ്റ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു 10 മണിക്കൂർ പറപ്പിക്കുന്ന സമയത്ത് അതിന് ഒരു വെള്ളം കൊടുത്തിട്ടായിരിക്കും പ്രാവിനെ വിടുക. പിന്നെ നമുക്ക് പന്തയം പിറ്റത്തെ ഓട്ടിൽ വിടേണ്ടത് പന്തയായിരിക്കും. അപ്പോൾ നമുക്ക് 12 മണിക്കൂർ പറക്കണം. ആ 12 മണിക്കൂർ പറക്കാൻ വേണ്ടിയിട്ട് ഇവർ വെള്ളം കൊടുക്കും, വെള്ളത്തിനോടൊപ്പം തന്നെ നിറയെ തീറ്റയും കൊടുക്കും. അപ്പൊ നന്നായി പറക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ കൊടുക്കുന്നതാണ് ഓരോ വളർത്തുകാരനും ഏറ്റവും വലിയ ഫാൾട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 10 ഗ്രാം വെള്ളം കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പ്രാവ് 2 പ്രാവശ്യം കുടഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാവ് ക്ലിയർ ആകും. തീറ്റയാകുമ്പോൾ അത്ര പെട്ടെന്ന് ദഹിക്കില്ല. അപ്പൊ ഈ പ്രാവ് എന്ത് ചെയ്യും, വേറെ ഏതെങ്കിലും ബിൽഡിങ്ങുകളിലോ ടവറുകളിലോ എവിടെയെങ്കിലൊക്കെ പോയി ഇരുന്ന് സമാധാനത്തിൽ തീറ്റയൊക്കെ ഒന്ന് കുടഞ്ഞ് അതിനെ പാകം ആയതിനു ശേഷം ആ പ്രാവ് അവിടുന്ന് എണിക്കും. ആ ഗണിച്ച പ്രാവ് വൈകുന്നേരം വരെ പറക്കും. അപ്പൊ നമ്മൾ എപ്പോഴും കൊടുത്ത തീറ്റ എങ്ങനെ കൊടുക്കണോ അതിന്ന് ഒരിക്കലും മാറിപ്പോകാതെ ഒരേ ലെവലിൽ കൊടുത്തു തരിക. അതുമാതിരി തന്നെ നമ്മൾ 8 മണിക്കൂർ ശേഷം പറക്കുന്ന പ്രാവിനാണ് നമ്മൾ കൈത്തീറ്റ മെയിനായിട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരു ബദാം കൊടുത്ത് ഒരു 5 നിലക്കടല 5 പച്ചക്കടല ഇതിനെ കൊടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ 1 സ്പൂണ് കോറ പറയുന്നത് ചിലവര് രാഗി പറയും. അങ്ങനെ ഓരോരോ ഭാഗത്തേക്ക് ഓരോരോ പേരുണ്ട്. ഇതിനെ നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ഊറാൻ വെച്ച് ഏറ്റവും ചുരുങ്ങിയ ഒരു 10 മണിക്കൂർ ഊറാൻ വെച്ച കോറ മതി. ഓരോടുത്ത് വാരിട്ട് അതിനൊന്ന് ഊതി കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ വെള്ളം കംപ്ലീറ്റ് ഡ്രൈ ആക്കിയിട്ട് മറ്റേ വായിലിട്ട് കൊടുത്തിട്ട് വെള്ളം അടിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ വളരെ ചിട്ടയായി പ്രാവിനെ. അപ്പോൾ തീറ്റകൾ മാറ്റമില്ല, ഒരേ ലെവലിലാകുമ്പോൾ പ്രാവ് അതിനനുസരിച്ച് പറക്കും. ഇനി പറന്ന് പ്രാവ് രാത്രി ഇറങ്ങിയ ഉടനെ ആ പ്രാവിനെ കൂട്ടിലിടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഉള്ളത് ഒരു മീൻ ഗുളികയാണോ ആ മീൻ ഗുളിക അതിനിട്ട് കൊടുക്കുക. ഇല്ല ന്യൂറോബിൻ ഫോർട്ട് ഗുളികയുണ്ടോ ആ ഗുളിക ഇട്ട് കൊടുക്കുക. ആ 1 മണിക്കൂറിനുള്ളിൽ ആ പ്രാവ് ആളൊന്ന് ഫ്രീ ആയി. ആ 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ ഒരു പകുതി തീറ്റ തൽക്കാലം കൊടുക്കുക. ഒന്നായിട്ട് കൊടുത്തിട്ട് അതിനെ അത്രയും പറന്ന് ക്ഷീണിച്ചിട്ടുള്ളപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇന്നലെ രാത്രി കൊടുത്ത തീറ്റയാണ് പറഞ്ഞിട്ട് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ദഹിക്കില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു 1/2 ലെവലിലുള്ള തീറ്റ അന്നത്തേക്ക് കൊടുക്കുക. രാവിലെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വൈകുന്നേരത്ത് അതിന് സാധാരണ നമ്മൾ എന്തൊക്കെ തീറ്റ കൊടുക്കണം അന്ന്, കാരണം ആ പ്രാവ് അന്ന് റെസ്റ്റാണ്. ആ റെസ്റ്റുള്ള സമയത്ത് പ്രാവിന് അന്തസ്സായിട്ട് തിന്നാൻ കൊടുക്കുക. ടൈമിന് വിടുന്നതിന്റെ തലേ ദിവസം തീറ്റ ലേശം കമ്മിയായി കൊടുക്കുക. രാവിലെ ഒരു തീറ്റയും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റുകയാണെച്ചാൽ ക്ലൈമറ്റ് നോക്കിയിട്ട് ബദാം കൊടുക്കുക. അണ്ടിപ്പരിപ്പായാലും ബദാം ആയാലും നിലക്കടലയായാലും മഴ ഉണ്ട് എങ്കിൽ മാത്രമാണ് നമുക്കിത് കൊടുക്കാൻ പാടുള്ളൂ. മഴയില്ല എങ്കിൽ നമുക്ക് ഇതൊക്കെ ദോഷം ചെയ്യും. കാരണം ഇത് ഉള്ളിൽ മറ്റേ പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ബദാം ഒരു ലൈറ്റ് മധുരത്തിൽ ഉണ്ടാകുമ്പോൾ ഇത് പ്രാവുകൾക്ക് ഒരു മപ്പ്, ഒരു ഡോസ് മാതിരി വരും. പോരാത്ത ഇത് അലിയുന്ന സമയത്ത് വെള്ളത്തിന്റെ അംശം കമ്മിയാകുമ്പോൾ വായു ഒട്ടാൻ തുടങ്ങും. ഈ വായു ഒട്ടാൻ തുടങ്ങുമ്പോൾ ഈ പ്രാവുകൾക്ക് കമ്പൻസറി വെള്ളം വേണം. അപ്പൊ ഈ പ്രാവ് വേറെ എവിടെയെങ്കിലും മാറിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ പ്രത്യേകം തീറ്റ ഇല്ലെങ്കിലും പ്രാവ് 2 ദിവസം പറക്കും, അതിലൊരു സംശയവുമില്ല. മറിച്ച് നമുക്ക് വേണ്ടത് വെള്ളമാണ്. ആ വെള്ളം നമ്മൾ പ്രാവ് പന്തയത്തിന് വിടുന്നതിന്റെ 1 മണിക്കൂർ മുന്നിൽ വെള്ളം എടുത്ത് കൊടുത്ത് ആ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ വെള്ളം കൂടുതലാണെന്ന് വെച്ചാൽ അത് കുടഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടാകും. അതിനുശേഷം മാത്രം സീല് വെച്ച് പ്രാവിനെ വിടാൻ ശ്രമിക്കാൻ പാടുള്ളൂ. ഞങ്ങളുടെ ഇവിടുത്തെ ടൂർണമെന്റ് എങ്ങനെയാ വെച്ചാൽ രാവിലെ 7 മണിക്ക് വിട്ടു കഴിഞ്ഞാൽ 7 to 8 ഉള്ളിൽ 20 മിനിറ്റിൽ പ്രാവിനെ കാണിച്ചു കൊടുത്തിട്ടേ ഇരിക്കണം. ആ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ തീറ്റ കൊടുത്തിട്ട് പ്രാവിനെ വീശുന്ന സമയത്ത് എല്ലാ പ്രാവും വിട്ട ഉടനെ ആകത്തിക്ക് പോകണം എന്നുള്ളതൊന്നുമില്ല. ഈ പ്രാവുകൾ
തീറ്റേന്റെ പ്രശ്നം കാരണം പ്രാവ് മാറിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 20 നിമിഷത്തിന്റെ ഇത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 20 മിനിറ്റിന് ഈ പ്രാവിനെ 8 മണി വരെ കാണിച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ 1 മണിക്കൂർ ടൈമിലേക്ക് പ്രാവ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ രാവിലെ മറ്റേ പ്രാവിനെ വീശിയിട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കാണിക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ പ്രാവിനെ ഇറക്കി വേറൊരു പ്രാവ് വീശാനുള്ള ഒരു ഗ്യാപ്പ്. അതുകൊണ്ടാണ് രാവിലെ 7 മണി സമയം നിശ്ചയിക്കുമ്പോൾ 6:50 പ്രാവിനെ വിട്ടിട്ട് ആ പ്രാവിന്റെ സമയം നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്കുള്ളത് പ്രാവുകള് വൈകുന്നേരം 7 മണിയാകുമ്പോൾ ഈ പ്രാവുകൾ വവ്വാലുകളുടെ റണ്ണിങ് ഉണ്ടാകും. അപ്പൊ ഈ പ്രാവുകൾ ഓട്ടോമാറ്റിക്കായി അതിന്റെ നേരേക്ക് പറക്കും. അങ്ങനെ പറന്ന് ഈ പ്രാവിനെ നമ്മുടെ കണ്ണിലേക്ക് കാണാത്ത ഒരു സമയം വരുമ്പോഴാണ് 7 to 7:30 ഉള്ളിൽ ഒരു തവണ കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് പാലക്കാട് റോള്. ആ 7:30 ഉള്ളിൽ പ്രാവിനെ കാണിച്ചു കൊടുക്കണം. 8 മണിന്റെ ഉള്ളിൽ 7:30 to 8 ഉള്ളിൽ ഒരു തവണ കാണിച്ചു കൊടുക്കണം. ആ 2 തവണ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പഴയമാതിരി തന്നെ 10 നിമിഷം പ്രാവിനെ നോക്കും. പ്രാവിനെ കണ്ടിട്ടില്ലെങ്കിൽ 20 നിമിഷം ടൈം തരും. ആ 20 മിനിറ്റിന്റെ ഉള്ളിൽ പ്രാവിനെ കാണിച്ചു കൊടുക്കണം. എങ്ങനെയും ഈ പ്രാവുകൾ പകല് പറക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെ രാത്രി പറക്കണം എന്നുള്ളതില്ല. ഏറി വന്ന 5 മിനിറ്റിന്റെ ഉള്ളിൽ വരുന്ന പ്രാവിനെ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. അപ്പൊ 5 മിനിറ്റിന്റെ ഉള്ളിലുള്ള പ്രാവിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രാവ് ഒരു ടൈം നമ്മുടെ കണ്ണിലേക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ സെക്കൻഡ് ട്രിപ്പ് വന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടും. അപ്പോഴേക്കും ഇവിടെ നമുക്ക് ടൈം തന്നു കഴിഞ്ഞു. ഇനി നമുക്ക് 20 മിനിറ്റേ ഉള്ളൂ. ഈ 20 മിനിറ്റിന് മുമ്പ് എല്ലാവരും പാടെ നോക്കുമ്പോൾ ഈ പ്രാവിനെ ചില നേരത്തെ കാണും. പക്ഷെ ഈ പ്രാവ് 5 മിനിറ്റിൽ ഒരു തവണയെങ്കിലും വീട് വന്നിട്ട് പോയിട്ടിരിക്കണം. പ്രാവ് സെറ്റ് ചെയ്യുമ്പോൾ പ്രാവ് വളർത്തുകാരൻ എന്താണോ പ്രാവിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ പഠിപ്പിച്ചു കൊടുത്തത് പ്രാവ് കാണിക്കുള്ളൂ. പണ്ടത്തെ ആൾക്കാര് ഓട്ടിന്റെ ഉള്ളിൽ കൂടെ കൊടേനെ കാണിച്ചിട്ട് പറപ്പിച്ച ഒരു കാലമുണ്ട്. അതുപോലെ തന്നെ പന്തയം വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ തുണിയിട്ട് തിരുമ്പും പ്രാവിനെ പറപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കാലം വിട്ടിട്ട് ഇപ്പൊ പ്രാവുകൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാ പറഞ്ഞ് ഉറക്കം വെച്ച് കാത്തിരിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് ഇന്ന് പാലക്കാട് മറ്റേ എല്ലാ ഭാഗങ്ങളും പറവ് പോയിക്കൊണ്ടിരിക്കുന്നത്. അൺലിമിറ്റഡ് ടൂർണമെന്റുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ചിലവർക്ക് ഭാഗ്യമാണ്. പ്രാവ് 2 മണി 3 മണി വരെയൊക്കെ പറക്കും, ഇറങ്ങും, 2 ദിവസം റെസ്റ്റ് കൊടുക്കും, പന്തയത്തിന് വിടും. ഈ പന്തയത്തിന് വിടുന്ന സമയത്ത് അവർക്ക് രാവിലെ ഉച്ചയുടെ ഉള്ളിൽ പ്രാവ് ഇറങ്ങിയെന്ന് വരും. ചിലപ്പോൾ രാത്രി കാണിച്ചു കൊടുക്കാതെ ഔട്ടായിന്ന് വരും. ചിലപ്പോൾ രാത്രി പ്രാവ് ഇറങ്ങിയില്ല എന്ന് വരും. ചിലപ്പോൾ പ്രാവ് മറ്റേ റക്ക വിട്ടിട്ടിട്ട് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ കാണിച്ചു ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഇറങ്ങാതെ വരും. ഇതൊക്കെ സംഭവിക്കും. പക്ഷെ അത് നമ്മൾ ട്രെയിനിങ്ങിൽ ഫുഡ് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഉറക്കം മിഴിച്ച് ഇരുന്ന് പ്രാവിന്റെ വരവും പോക്കും മനസ്സിലാക്കിയാൽ മാത്രമാണ് ഈ പ്രാവിനെ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കഫ കൊടുക്കൽ പ്രാവിന് ആദ്യമായിട്ട് നമ്മൾ ചിറ്റിക്കുന്ന സമയത്ത് പ്രാവിന് ഗതപ്പുണ്ടാകും. ആ ഗതപ്പ് ഉണ്ടാകുന്ന നേരത്ത് നമുക്ക് കഫം ഒരു മറ്റേ തൂവലിട്ടിട്ട് നമുക്ക് തുടച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു 4 തവണ 4 റൗണ്ട് പറക്കുമ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ പ്രാവിന്റെ കഫത്തിന്റെ പ്രശ്നങ്ങൾ പോയി. പിന്നെ പ്രാവ് വായ തുറക്കില്ല, കറക്റ്റ് ആയിരിക്കും. അങ്ങനെ പ്രാവ് വായ തുറന്നിട്ട് ഉള്ള ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്പൂണ് കുരുമുളക് എടുക്കുക. അതായത് തീറ്റ ദഹിക്കാതെയും ക്ഷീണത്തിന്റെയും ഇത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് 1 സ്പൂൺ എടുക്കുക. അതുമാതിരി ജീരകം 1 സ്പൂൺ എടുക്കുക. ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ഇടുക. നമ്മുടെ കറുപ്പ് മുന്തിരി ഉണ്ടല്ലോ, ആ മുന്തിരി വെച്ച് അരച്ചു കഴിഞ്ഞാൽ ഈ മുന്തിരിയിലെ വെള്ളം ഇതും പാടെ മിക്സ് ആക്കിയിട്ട്, വെള്ളം ഒഴിക്കാതെ ഇത് മിക്സ് ആക്കിയിട്ട് നിലം കടലേന്റെ വലുപ്പത്തിലാക്കിയിട്ട് ഒരു ബോള് ഇട്ടുകൊടുത്താൽ ദഹിക്കാത്ത തീറ്റ ദഹിക്കും ചെയ്യും. പ്രാവിന് നല്ല ഉഷാറും വരും. കഫത്തിന്റെ പ്രശ്നം കമ്മിയാകും ചെയ്യും. അത് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് പറപ്പിക്കുന്നത്. ഇത് ശേഖരേട്ടൻ്റെ വീടാണ്. ഇത് ഈ കൊല്ലം പന്തയം വിട്ട പ്രാവാണ്. ബ്രദേഴ്സ് ടൂർണമെന്റിൽ വിട്ട പ്രാവാണ്. ഇതൊരു 15 മണിക്കൂർ പറവും. അതെ 10:06. ഇത് വയസ്സ് 1 വയസ്സ് 1.5 വയസ്സായിട്ടുള്ളൂ. നീളം മാത്രം വരും, വലിപ്പത്തിൽ വരും. അത് ചെറിയ പ്രാവ് തന്നെയാണ്. അതെ. ഇത് അലൈനിൽ തന്നെയാണ്. അതിന്റെ അനിയനായിട്ട് വരും. ഇത് ചെറിയ പ്രാവാണ്. ഇപ്പൊ ചിറ്റിച്ച് ഇറക്കിയിട്ടുണ്ട്. ഒരു 10 മണിക്കൂർ ആയിട്ടുള്ളൂ. പറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് അടുത്ത സീസണിലേക്കാണ് ടൈം കയറുള്ളൂ. ഇത് കഴിഞ്ഞ കൊല്ലം പറന്ന പ്രാവാണ്. ടൂർണമെന്റിൽ വിട്ട പ്രാവാണ്. ഇത് 17 മണിക്കൂർ പറന്നുണ്ട്. ടൂർണമെന്റ് പറന്നുണ്ട്. ഈ കൊല്ലം പറപ്പിച്ചു ഇതിനെ. നമ്മുടെ ഈ ആഴ്ച പന്തയം വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ 10 മണി വരെ പറന്നു. ആ വരുന്നില്ല.
മിസ്സായി പോയി. ടൈമില് ഈ 15 മണിക്കൂർ പറഞ്ഞതാണ്, പക്ഷെ ഇവിടെ ഇരിക്കാത്ത കാരണം ടൈം കിട്ടി. അതെ അതെ. ഇത് നിങ്ങൾ കളറ് മനസ്സിലാൻ വേണ്ടിട്ടാണ്. അതെ, വാലില് നമ്മൾ അടയാളത്തിന് വേണ്ടിട്ട്. കുറെ പ്രാവുകൾ ഒരുമിച്ച് വർക്ക്. അതെ അതെ. നിങ്ങൾ പറപ്പിക്കുമ്പോ കണ്ണിന്റെ ലക്ഷണങ്ങൾ നോക്കാറുണ്ടോ? അല്ല, ഈ ലൈനിൽ വരുന്നത് നമ്മൾ ലക്ഷണം നോക്കണ്ട. ഈ ലൈനിൽ ഉള്ളത് ഇങ്ങനെ തന്നെയാണ് മാക്സിമം ഈ ലുക്കിൽ തന്നെയാണ് വരിക. പന്തയം വിട്ടതാണ് ഈ രണ്ടെണ്ണം. ഇനി വേറൊരു പ്രാവിനെ വിട്ടിട്ടുണ്ട്, അതേ ലൈൻ തന്നെയാണ്. ഇത് പെട്ടയാണ്. ഇത് പന്തയം വിട്ട പ്രാവാണ്. ആഴ്ച പന്തയം വിട്ടിട്ട് 7-17-200 രൂപ, 12 മണിക്കൂറും 17 മിനിറ്റും. അപ്പൊ ഇതിന് ശേഖരേട്ടൻ പറഞ്ഞത് ഈ കൊല്ലം ഇത്രേ പറക്കുള്ളൂ, അടുത്ത കൊല്ലാണ് ഇത് 15 മേലെ പറക്കും. അതെ അതെ. നമ്മളിപ്പോ ഒരു 5 പ്രാവിന് വിടുവാണെങ്കിൽ 5 പ്രാവ് ഒപ്പം വിടും, ഒരുമിച്ച് വിടും. ഒരു 7 മണിക്കൂർ എത്തുന്ന വരെ മറ്റേ കൈത്തീറ്റ ഒന്നും ഫുഡ് ഹാൻഡ് ഫീഡിങ് ഒന്നും കൊടുക്കില്ല. പിന്നെ ഒരു 7 മണിക്കൂർ കഴിഞ്ഞ് പറഞ്ഞാൽ ഒരു 10 കടലയും കൊടുക്കും, പിന്നെ കോറ ഊതി കൊടുക്കും. പിന്നെ ഒരു 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ ആയി പറഞ്ഞാൽ നമ്മള് ബദാം ഓരോ ബദാമായിട്ട് കയറ്റി വരും. മാക്സിമം ഒരു 3 ബദാം കൊടുക്കും. പിന്നെ അത് മഴ കൂടുതലുള്ളപ്പോൾ മാത്രമേ കൊടുക്കുള്ളൂ. അതെ, വെയിലാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. മാക്സിമം കോറ തന്നെയാണ് ഇതിന്റെ മെയിൻ ഫുഡ് പറഞ്ഞാൽ നമ്മൾ കോറ തന്നെയാണ് കൊടുക്കുക. അതെ അതെ, വെള്ളത്തിലിട്ട് അത് 2 ദിവസം 4 ദിവസം ആയാലും കുഴപ്പമൊന്നുമില്ല. ചേരാണ്ടേലും മെയിനായി ചോദിക്കും, പിന്നെ വലിയേട്ടൻ പറഞ്ഞു തരും. വലിയേട്ടനായിട്ട് നമ്മൾ വിളിക്കാറുണ്ട്, ആള് നമുക്ക് കുറച്ച് ഐഡിയകൾ പറഞ്ഞു തരും. രാത്രിക്കും പകലിലേക്കും 2 ടൈമിലേക്കും പറവയ്ക്ക് കൊണ്ടുപോകണം. അതായത് വൈകുന്നേരം വിട്ടിട്ട് പിന്നെ രാത്രിക്ക് നല്ല ടൈമിലേക്ക് ഒരു 7-8 മണിക്കൂറൊക്കെ ആയി കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മള് വൈകിട്ട് 5 മണിക്കോ 4 മണിക്കോ വിടും. ചില പ്രാവുകൾ പറക്കും, താനെ പറക്കും. ചില പ്രാവുകൾ ഇട്ട് പേടിച്ചിട്ട് വന്നിരിക്കും. പിന്നെ ആ പ്രാവ് അടുത്ത ദിവസം കണ്ടിന്യൂസ് ആയി വിടുമ്പോൾ ഓട്ടോമാറ്റിക് കേറിക്കോളും, കുറച്ച് കേറും. സ്റ്റാർട്ടിങ് മാത്രം. ഈ നൈറ്റ് ഒന്ന് ഇത് കൺട്രോൾ കിട്ടാൻ വേണ്ടിട്ട്, അതെ അതെ, പേടി മാറാൻ മാത്രം സ്റ്റാർട്ടിങ് കൊടുക്കും. പിന്നെ കൺട്രോൾ കിട്ടി കഴിഞ്ഞ് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് പറന്നു. പിന്നെ എങ്ങനെയാണ് നമ്മൾ രാത്രിക്ക് പകലിലേക്ക് കൂടുതൽ ടൈമിലേക്ക് കൊണ്ടുവരാൻ? മാക്സിമം ഡെയിലി ഓരോ മണിക്കൂറാണ്. ഇപ്പൊ പകല് 1 മണിക്കൂർ കയറ്റി പറഞ്ഞാൽ രാത്രി 1 മണിക്കൂർ കയറ്റും. അതെ അതെ. ഇപ്പൊ ഇന്ന് 4 മണി വൈകിട്ട് 4 മണിക്ക് വിട്ടിട്ട് 8 മണിക്ക് ഇരുത്തിയ അടുത്ത ദിവസം 3 മണിക്കൂർ, എന്നിട്ട് 9 മണിക്ക് ഇരുത്തും. അങ്ങനെ പകല് 1 മണിക്കൂർ, രാത്രി 1 മണിക്കൂർ. അതെ അതെ. റെസ്റ്റ് നമ്മൾ 7 മണിക്കൂർ വരെ റെസ്റ്റ് ഒന്നുമില്ല, ഡെയിലിയും കണ്ടിന്യൂസ് വിടുകയാണ്. പിന്നെ ഒരു ദിവസം റെസ്റ്റ് കൊടുക്കും. പിന്നെ ഒരു 10 മണിക്കൂറൊക്കെ കഴിഞ്ഞ് പറഞ്ഞാൽ 2 ദിവസം റെസ്റ്റ് കൊടുക്കും. പിന്നെ ഫുൾ ഔട്ടൊക്കെ എത്തിക്കഴിഞ്ഞ് പറഞ്ഞാൽ ഒരു 3 ദിവസം റെസ്റ്റ് കൊടുത്താലും കുഴപ്പമില്ല, നമുക്ക് അടിപറ്റിയിട്ടില്ല. അത്യാവശ്യം നല്ല ടൈമിലേക്ക് വന്നാൽ 3 ദിവസം റെസ്റ്റ് കൊടുക്കും. പിന്നെ 4 ദിവസം റെസ്റ്റ് കൊടുത്താലും കുഴപ്പമില്ല. ചില പ്രാവുകൾക്ക് കൈ ഇറങ്ങിയിട്ട് നീര് കെട്ടി വരുന്ന കാരണം 4 ദിവസം നമ്മൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചുറ്റിപ്പ് വരും. ചെറിയ ഓട്ട് ഫുള്ള് വലിയ ഓട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഓട്ട് കൊടുക്കുള്ളൂ. പിന്നെ അതിന് പകല് കയറ്റാൻ നിൽക്കില്ല, വൈകിട്ട് വിട്ടിട്ട് രാത്രിയാണ് കയറ്റിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഇട്ടുകൊടുത്ത് ഇറക്കി. അതെ, ഒരു 2-3 ദിവസം റെസ്റ്റ് കൊടുത്തിട്ടാണ് ടൂർണമെന്റ് വിടുക. ഇപ്പൊ ആഴ്ച പന്നി തന്നെയാണ്. ഞായറാഴ്ച നമ്മൾ പന്നി വിടുകയാണ്, വ്യാഴാഴ്ചയാണ് ചെറിയ ഓട്ട് കൊടുക്കുക. ഒരു 3 മണിക്കൊക്കെ വിട്ടിട്ട് രാത്രി ഒരു 9-10 മണിയാകുമ്പോൾ ഇരുത്തും. പിന്നെയാണ് 2 ദിവസം വെള്ളി ശനി റെസ്റ്റ് കൊടുത്തിട്ട് ഞായറാഴ്ച കൊണ്ടുപോയി വിടുക. കുഴപ്പമൊന്നുമില്ല. നമ്മള് ടൂർണമെന്റ് വിടുമ്പോൾ 3 ദിവസം റെസ്റ്റ് കൊടുക്കും. അതെ അതെ. ഇപ്പൊ നമ്മളെ ഷെയറിലൊക്കെ ചോദിച്ചിട്ടാണ് എന്താ ചെയ്യേണ്ടത്, എന്താ ഫുഡ് കൊടുക്കേണ്ടത് എല്ലാം ചോദിച്ചിട്ട് അവര് പറഞ്ഞ പോലെ ചെയ്ത് കൊടുക്കും. പിന്നെ വലിയേട്ടൻ്റെ ചോദിക്കും. വലിയേട്ടൻ ഇപ്പൊ ഈ കൊല്ലം പറഞ്ഞില്ലേ, ആ പ്രാവിനെ ജോഡി ഇടാൻ വേണ്ടിട്ട് ഒരു പ്രാവ് ആളെ എനിക്ക് തന്നിട്ടുണ്ട്, കാണിച്ചത്. ഇത് പെട്ടയാണ്. അപ്പൊ ആ പ്രാവിന് ജോഡി ഇടാൻ വേണ്ടിട്ട് അത് ശേഖരേട്ടന്റെ പ്രാവ്. ഈ കൊല്ലം പന്തയം വിട്ട പ്രാവ്. പെട്ട വലിയേട്ടൻ തന്ന പെട്ടയാണ്. ജോഡി ഇടാൻ തന്ന. കഴിഞ്ഞ കൊല്ലം ആ പ്രാവ് 17 മണിക്കൂർ പറക്കുമ്പോ അതിന്റെ ഒപ്പം പറന്ന പ്രാവാണ്. പക്ഷെ ഇത് രാത്രി കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്നുണ്ട് വരുമ്പോഴേക്കും. അപ്പൊ അതിനു വേണ്ടി ഇത് വെട്ടി വെച്ചാണ്. ഇതിന് കുഞ്ചുകളൊക്കെ പറക്കുന്നു. കുഞ്ചെടുത്തിട്ടുണ്ട്. കഞ്ചിക്കോട് രാകേഷ് അറിയാം, അവന്റെ ഇതിന്റെ പ്രാവിന്റെ കുഞ്ച് പറന്നിട്ടുണ്ട്. ഇക്കൊല്ലം പറന്നിട്ട് പന്തയം വിട്ടിട്ട്. ആ വെള്ളാന്റെ തുണക്കുഞ്ചാണ്. ഇത് അതിന്റെ ഒപ്പം പറന്ന പ്രാവാണ്. അതിനും കാട്ടി കുറച്ച് പറവ് കൂടുതലാണ്. പക്ഷെ എപ്പോഴാ മിസ്സാകാൻ പറയാൻ പറ്റില്ല. അതെ അതെ. പിന്നെ പെട്ടയാണ്.
അത് കാരണം വെട്ടി വെച്ചു. നമുക്ക് ബ്രീഡറായിട്ട് ബ്രീഡിങ്ങിന് പറ്റുന്നുണ്ട്. ഒരു ചേരയുടെ തന്നുവിട്ടാണ്, ഇതിന് ഒരാണ് തന്നിട്ടുണ്ട്, ജോഡി ഇടാൻ വേണ്ടിട്ട് തന്നുവിട്ടിട്ട് അതിനൊന്ന് കാണിച്ചു തരാം. ഈ ആണ് ശേഖരേട്ടൻ തന്നുവിട്ടതാണ്. തന്നുവിട്ട് ഇത് ആള് 8,000 രൂപയ്ക്ക് കൊടുത്തിട്ട് പിന്നെ തിരിച്ച് റിട്ടേൺ വാങ്ങിയ പ്രാവാണ്. 10,000 രൂപയ്ക്ക് റിട്ടേൺ വാങ്ങി, 8,000 രൂപയ്ക്ക് വിറ്റ പ്രാവിനെ പിന്നെ വാങ്ങിയതാണ്. റിട്ടേൺ വാങ്ങിയിട്ട് ഇപ്പൊ ഇങ്ങനെ ജോഡി ഇടാൻ വേണ്ടി ഞാൻ തന്നുവിട്ടതാണ്. പിന്നെ ഇതുപോലെ ഡബിൾ കണ്ണിലും രണ്ടും മിക്സിങ് ആക്കുമ്പോൾ ഇതുപോലെ ഡബിൾ കരിങ്കണ്ണും വരും, ചോരക്കണ്ണും. അതെ അതെ, ഇതാ ചോരക്കണ്ണാണ്ട് കുഞ്ചാണ്. കരിങ്കണ്ട് പെട്ട ചേർത്ത്. അതെ അതെ, ഇത് പറപ്പിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത കൊല്ലത്തേക്കാണ്. പിന്നെ ഓട്ടിയത് പറയില്ല, പന്തയം മുട്ട മാത്രം ഞാൻ പറഞ്ഞുതരാം, അതാണ് ശരി. ആ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എത്ര പറഞ്ഞു പറയുന്നില്ല. പന്തയം മുട്ടത് മാത്രം സമയം പറഞ്ഞു. അടിയില് അടിക്കൊക്കെ മാത്രം ബ്ലൂ ഷെയ്ഡ്, അതേ ആണിന് ബ്ലൂ ഷെയ്ഡ് ഉണ്ട്. ഇതിന് ബ്ലൂ ഷെയ്ഡ് ഉണ്ട്, പൈൻ്റെയാണ് അതിൽ കിട്ടിയത്. ഇതിന്റെ കുട്ടിയാണ്. കല്യാണിലും ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ടല്ലോ. ഇത് വലിയേട്ടൻ്റെ പ്രാവാണ്, അതിന് ജോഡി ചേർത്താൻ വേണ്ടി. ആ ഇത് അവരടുത്ത് പറഞ്ഞ പ്രാവാണ്. ഇത് പാവിന്റെയും പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെട്ട കുഞ്ചായപ്പോ ആള് വെട്ടിയിട്ട് അതെ അതെ, അങ്ങനെ ജോഡി ഇടുവാണ്ട് തന്നതാണ്. കാണിച്ചതാണ്. അതെ അതെ, ആ അതെ അതെ, ഇങ്ങനെ ജോഡി ഇടാൻ വേണ്ടി തന്നതാണ്. പിന്നെ ഇതിലുള്ളതൊക്കെ കുഞ്ചുകളാണ്. ചേരാട്ടൻ മറ്റേ അവിടെ നിന്ന് ഒരു കല്ലിയാകുമ്പോൾ തന്ന പ്രാവാണ്. ഒരു 7-8 കുഞ്ചുകൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പ്രാവ് നമുക്ക് സഭയിൽ വന്ന കാരണം ഈ പ്രാവിന് ഈ കുഞ്ചുകളൊന്നും പറപ്പിക്കാണ്ട് അങ്ങനെ വെച്ചതാണ്. അങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇനി വേണം ചിറ്റിച്ചിറക്കിയിട്ട് ഒന്ന് രാത്രിയൊക്കെ കൺട്രോൾ ആക്കിയിട്ട് വെട്ടി വെക്കണം. മൊത്തം ചേരാട്ടിന്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന കുഞ്ചുകളാണ്. എല്ലാ കുഞ്ചുകൾ കൊണ്ടുവന്നാണ്. അപ്പൊ വലുതായി പുറത്ത് പോവാം. എല്ലാം ഉണ്ട്. കുഞ്ചുകളായ കാരണം അങ്ങനെ വിട്ടിരിക്കുകയാണ്. വലുതാകുമ്പോ അതെ, ഓരോരുത്തർക്കും ഓരോ സ്റ്റാൻഡേർഡ് അല്ലേ. ഇവിടെയാണ് ചേരാട്ട് പറപ്പിച്ചത്. ഇപ്പൊ അങ്ങോട്ട് താമസം മാറി. ഇപ്പൊ മകനാണ് ഉള്ളത്. നമ്മളെ അതെ അതെ, ചേരാട്ടിന്റെ വീടാണ്. അപ്പൊ ആളുടെ മകനാണുള്ളത്, നിശാന്ത ഏട്ടന്മാരുണ്ട്. അത് നമുക്ക് രാത്രി പറപ്പിക്കുമ്പോഴൊക്കെ ഒരു സപ്പോർട്ടിന് വന്ന് നിൽക്കും. ആളെ എല്ലാത്തിനും റെഡിയാണ്. നമുക്ക് അവിടെ ലൈറ്റ് വെക്കണം പറഞ്ഞാൽ അതിനെന്താണ് അവിടെ വെച്ചോ, നമുക്ക് എല്ലാത്തിനും കൂടെ നിൽക്കും. അതിനൊക്കെ നല്ല ഹെൽപ്പാണ്. എൻ്റെ വീട് ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്തേക്കാണ്. ഇത് വന്നിട്ട് നമ്മൾ ഈ സീസൺ ടൈമിൽ മാത്രം ഇവിടെ ഉണ്ടാവും. അൺസീസണില് കുഴപ്പമില്ല, നമുക്ക് തീറ്റിട്ടിട്ട് പോവാം. സീസൺ ടൈമിലൊക്കെ നമ്മൾ രാത്രി ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് നല്ല പോകുള്ളൂ. അതെ 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 അതെ. ഇപ്പൊ കോറയും കമ്പും മാത്രം. ഇത്രയും സമയം ഞങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച നിങ്ങൾക്ക് ഒരുപാട് നന്ദി.
അതുപോലെ ശേഖരേട്ടന് നന്ദി പറയണേ. ശേഖരേട്ടൻ വീട്ടിലാണ്. ഇപ്പോൾ നമ്മുടെ ശേഖരേട്ടൻ്റെ കൂട്ടിലേക്ക് വന്ന് പറവകളെയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പറവങ്ങനെ ട്രെയിനിങ് പിന്നെ പറന്ന പ്രാനൊക്കെ നല്ല രീതിയിൽ കാണിച്ചിരുന്നു. നമ്മുടെ അവിടെ വന്നതിന് നിങ്ങൾക്കും നന്ദി.